ചേലക്കാണ്ട് മാറ്റിയൊക്കെ എന്തായാലും ഈ കടുണ്ടാ കണ്ടോളൂ കയ്യിൽ മുള്ളോടി മീനെ പിടിച്ചാൻ പറ്റില്ല. റെഡി ഗ്രാമിക്കൊക്കെ പരിക്ക് വെച്ചിട്ടാ. ഹലോ ഗൈസ്, കൂമൻസ് പൊട്ടിപ്പാറയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആണ് ചെയ്യുന്നത്, ഒരു ഫിഷിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഫിഷിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പാടം മുഴുവൻ നടന്നു നോക്കി. നിർഭാഗ്യം എന്ന് പറയട്ടെ ഗൈസ്, ഒരൊറ്റ മീൻ അടിച്ചില്ല. അപ്പോൾ നമ്മളെ ഫിഷ് പോണ്ടിൽ നിന്ന് മീൻ പിടിച്ച് അതിനെ ഗ്രില്ലടിക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഓക്കെ, കമൻറ്റ് ചെയ്യണം. നേരെ വീഡിയോയിലോട്ട് പോകാം. റെഡി തുടങ്ങി. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു 6 മാസത്തിന് ശേഷമാണ് നമ്മുടെ ഫിഷ് പോണ്ടിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നോക്കാം നമുക്ക് എത്ര വലുപ്പമായിട്ടുണ്ട്, എങ്ങനെയൊക്കെ ആണ് അവസ്ഥ എന്നൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതിൽ തിലാപ്പിയ, വാള, കട്ട്ള എന്നിങ്ങനെ മീനുകളാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ പെല്ലറ്റ് ഫുഡ് മാത്രം കൊടുത്ത് വളർത്തുന്ന മീനാണ്. അതുകൊണ്ട് മീനിൻ്റെ ഇറച്ചിയൊക്കെ നല്ല ടേസ്റ്റി മീനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മീനെ പിടിച്ച് മുഴുവൻ പിടിക്കുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള മീനുകളെ മാത്രം നമ്മൾ പിടിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ട് നമ്മളെ കൂടെ മീൻ പിടിക്കാനായിട്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ ഓവർ എഡിറ്റിംഗ് ഒന്നും നമ്മളെ വീഡിയോക്ക് കൊടുക്കുന്നില്ല. നമ്മൾ ഷൂട്ട് ചെയ്ത ഏകദേശം അതേ രൂപത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അപാകതകളൊക്കെ ഉണ്ടാകും, എല്ലാവരും ക്ഷമിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും അതിന് നെക്കി പൊട്ടിച്ചാളി, അതും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഷിങ് തുടരുകയാണ്. കമോൺ. ഇതിൻ്റെ അടുത്തുണ്ട്. നമ്മളിതിൽ നിന്ന് വലുത് മാത്രമേ പിടിക്കുന്നുള്ളൂ. ചെറുതിനൊക്കെ നമ്മൾ തിരിച്ച് നമ്മുടെ പോണ്ടിലോട്ട് തന്നെ ഇടുകയാണ്. അവർ വലുതായി വരട്ടെ. വലുതായി വന്നതിന് ശേഷം അതുപോലെ തന്നെ നമുക്ക് വെറൈറ്റി മോഡലുകളിൽ നമുക്ക് മീൻ പിടിച്ച് ഫുഡ് അടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും തുടരാം. കുറച്ചോടെ ഞാൻ അപ്പൊ കേടുന്നിട്ടില്ല. ആ നിശ്ചയം ഇത് വെള്ളം നടക്കണ്ടേ? ഞാൻ കുളിക്കാം. മീനെ കാണൂല. മീൻ പിറക്കുന്നുണ്ട്. അങ്ങനെ കാണിച്ചുണ്ടോ? സ്പെഷ്യൽ അടിച്ചു പൊളിക്കണ്ടേ. അടിപൊളി. എന്താ തവള ഉണ്ടേല്?
ഞാൻ കാട്ടിത്തരാം. വാ, മതി. അല്ലല്ല കുറച്ച് ആട് വിട്ടു പിടിച്ച് ഇതെന്താ ബ്രീഡാ? കുളിപ്പിച്ച് നമ്മളെ ഏ ബ്രീഡാകാൻ വെച്ചാണ് ആണാണ്. തപ്പ് തപ്പ്. വാവ്. അയക്കണം. അത് രണ്ടും പൊക്കുക. ആ പൊക്ക് പൊക്ക്. വലുത് വേണം തന്നെ. പുറത്ത് പോയ ചവിട്ടല്ല. പെട്ടെന്ന് ഇതുപോലെ പരാജയം ചെയ്യണോ ഞാൻ? 1 2 3 4 5 ചെറുതായിട്ട് കച്ചവടം പൊരിഞ്ഞ കച്ചവടം ഇത് ആകൊരു വരുന്നത് ഇപ്പിട്ട് മാത്രമേ ചേർത്തുള്ളൂ. അതിനെ കൊല്ലണ്ട. ഒക്കെ ഇവിടെ കിടക്കും. ചേലക്കാണ്ട് മാറ്റിയേക്കായി. എന്തായാലും ഈ കടുണ്ടാ കണ്ടോളൂ. കയ്യിൽ മുള്ളോടി മീനെ പിടിച്ചാൻ പറ്റില്ല. മോനെങ്ങനെ വാളൊക്കെ ഇന്ന് ഒഴിവാക്കാനുള്ള പരിപാടിയാണ്. വാള ഒഴിവാക്കാനവരുണ്ടാ? മോനെ വിടമാട്ടെ. വല കുടുങ്ങിയിട്ടുണ്ട്. ഓടിയ 1 2 3 ഇതടാ ഇവിടെയും കൂടി മോനൂനാകെ ടെൻഷനായിട്ടാ. വലുതൊക്കെ കൊണ്ടുപോകണ കൈക്ക് കറുത്തിട്ട് ആളിട്ടില്ല. അവക്ക് ചെറിയ വാണ്ട ചെറുതിനും പിടിച്ചോണ്ടാ. അയച്ചാൽ തിന്ന് വലുതാട്ടെ. അതാണമ്പോ വാ ഇവിടെ നിന്നിട്ട് ആട്ടിക്കാട്ടെ. ഇതാടാവില്ല. ഒഴിവാക്കി. ഇത് കരിമീന വളർത്തുന്ന കുഞ്ഞാണ്. റെഡി. ഞാൻ വിളില്ല. ഇറങ്ങ ൂരാമിക്കൊക്കെ പരിക്ക് വെച്ചിട്ടാ. ഗൗരാമി വെച്ചാ ചെറുതിനുണ്ട് മാറിക്കാം. ജോറിന് മാറി മാറി വീഡിയോ മതി. സ്റ്റോപ്പ് ചെയ്തോ. തപ്പി പിടിക്കുന്നൊക്കെ ഉണ്ടായിക്കോട്ടെ. ആ 2 മിനിറ്റും അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ഒരു 10 പോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 5-8 പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓരോന്നൊന്ന് ഗ്രില്ല് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് 10 പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ ഒരു 10 മിനിറ്റ് ഇവിടെ കിടക്കട്ടെ. ഏകദേശം ജീവനൊക്കെ കൊണ്ട് പോട്ടെ. അപ്പം നമ്മൾ കൊല്ലാൻ നമുക്ക് ചെറിയൊരു മടിയുണ്ട്. എന്നാലും മീനല്ലേ, നമ്മൾ തിന്നാൻ വേണ്ടി വളർത്തുന്നതല്ലേ. അപ്പോൾ നമുക്ക് അവർ ജീവൻ പോയതിന് ശേഷം നമുക്ക് ഇവരെ നല്ല മുറിച്ച് നമ്മളൊരു അടിപൊളി ഫിഷ് കട്ടിങ് കാരനുണ്ട് നമ്മളെ കൂടെ, നമ്മുടെ ഗുരുവി യാസർ. അപ്പോൾ അദ്ദേഹമാണ് നമുക്കിന്ന് മീനൊക്കെ കട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് അടിപൊളി വരിഞ്ഞ് നല്ല മസാല ചേർത്ത് ഇനി ഗ്രില്ലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫോയിൽ പേപ്പറും വാഴയുടെ ഇലക്കിൽ വെച്ച് പൊതിഞ്ഞ് നല്ല അടിപൊളി ഒരു വെറൈറ്റി രൂപത്തിലാണ് ഗ്രില്ല് ചെയ്യുന്നത്.
അപ്പോൾ നമുക്കത് വീഡിയോ ഓവർ ലെങ്തി ആകുന്നത് കൊണ്ട് നമ്മളിത് 2 പാർട്ടായി കണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല കഴുകി അതിനെ മസാല അടിക്കുന്ന വീഡിയോ ഇതുവരെ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ ബാക്കി അതിനെ ഗ്രില്ല് ചെയ്യുന്ന വീഡിയോ അടുത്ത ആഴ്ച സെക്കൻഡ് പാർട്ടായിട്ട് വരും. അപ്പോൾ ആ പാട്ടൊന്ന് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചൈനീസ് കത്തിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് മുമ്പ് കട്ടിങ്ങിന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നല്ലതാണ്. മീനുകളൊക്കെ ഏകദേശം ചത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, മീൻ മാത്രം നല്ല അടുപ്പിച്ചങ്ങോട്ട് വരിഞ്ഞു കൊടുക്കാം. വരിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മസാലയൊക്കെ നല്ല ചേർന്നങ്ങോട്ട് പിടിക്കുള്ളൂ. അപ്പോൾ അത് അതുപോലെ നല്ല ചെറുതായിട്ട് നല്ല അങ്ങോട്ട് വരിഞ്ഞ് കൊടുക്കാം. ഓക്കെ, ബോംബെ തെരുവുകൾ നമ്മുടെ മീൻവെട്ടുകൾ കണ്ടു അതേമാതിരി ഇപ്പം ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നല്ല വരിഞ്ഞ് മസാല ചേർക്കുന്ന വീഡിയോ അടുത്ത സെക്ഷനിലാണ്, അടുത്ത പാട്ടിലാണ്. അപ്പോൾ ഇപ്പോൾ മീൻ നല്ല വരിഞ്ഞ് നല്ല ഫ്രഷായി കഴുകി മസാല തേച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നു. ഓക്കെ, നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി ഏകദേശം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, പരമാവധി ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത പാട്ടിൽ ഇതിൻ്റെ ബാക്കിയുമായി. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ബാബ ആൻഡ് യാസർ ആൻഡ് അസൈൻ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.